പണ്ട് ദീപാവലിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഈ ഐറ്റം ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇതാണ് കാഷ്യൂ മാക്രോൺസ്. ഇതിന് വേറെയും കുറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് വളരെ ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ബീറ്റ് ആയി കിട്ടുക കേട്ടോ പെട്ടെന്ന്. കണ്ടോതാ ഇതുപോലെ നല്ല സ്റ്റിഫ് ആവണം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാതെയും ചേർക്കുക കേട്ടോ. പക്ഷെ എന്നാലും മിക്സിങ് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചാൽ ചേർത്ത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഏലക്ക പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വാനില എസൻസ് ചേർത്തോണ്ട് ഇച്ചിരി ലിക്വിഡ് ഫോം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/4 കപ്പ് നട്ട്സ് ഏതെങ്കിലും മതി. കാഷ്യൂ നട്ടോ പീനട്ടോ എന്തെങ്കിലും നട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. എന്നാ സിമ്പിൾ ആയല്ലേ, ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ ബേക്കിംഗ് ടൈം മാത്രമാണ് ക്ഷമയോട് കൂടി കാത്തിരിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 100 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 55 മുതൽ 1 അവർ വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. വാനില എസൻസിന്റെ പകരം ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടിയിരിക്കുന്ന എഗ് വൈറ്റ് ഒട്ടും തന്നെ ലൂസ് ആവാതെ തന്നെ കിട്ടും. ഞാൻ കറക്റ്റ് 1 അവർ വെച്ചു കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സംഭവം ഫിനിഷ് ആയി എന്നുള്ളത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല അടിപൊളി സൂപ്പർ സാധനമാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ മക്കൾ 2 മുക്കാൽ ഭാഗം ഫിനിഷ് ചെയ്തായിരുന്നു. വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് യാസി? ഇഷ്ടപ്പെട്ടോ?